കെട്ടിടം ബഹുജോർ, ജീവനക്കാരില്ല. ECG ഉണ്ട്, ടെക്നീഷ്യന്മാരില്ല. ഫാർമസിയുണ്ട്, മരുന്നില്ല. രോഗികൾക്ക് ഉപകാരമില്ലാതെ ഒരു ആതുരാലയം. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ പരാധീനതകളെക്കുറിച്ച് റസൽ ഷാഹുൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. കോടികൾ ചെലവിട്ടാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് നടത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആതുരാലയത്തിന്റെ സ്ഥിതി ഇപ്പോഴും ബഹുകഷ്ടം തന്നെ. 1.06 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിൽ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം ജീവനക്കാർ ആവശ്യമുണ്ട്. 100ഓളം ജീവനക്കാരുടെ ഒഴിവാണുള്ളത്. ഒരു വർഷത്തിനകം 2 ഗർഭസ്ഥ ശിശുക്കൾ മരണപ്പെടുകയും ചെയ്തു. പുതിയ കെട്ടിടത്തിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. എല്ലാ മരുന്നുകളും ഫാർമസിയിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യവും. CT സ്കാൻ വിഭാഗവും ശസ്ത്രക്രിയാ മുറിയും പൂർണ്ണമായും ഇനിയും പ്രവർത്തന സജ്ജമായിട്ടില്ല. ഇതോടെ 2 മാസത്തിലധികമായി രോഗികൾ ECG എടുക്കുന്നതിനായി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ 3ാം നിലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡുകളും 4ാമത്തെയും 5ാമത്തെയും നിലകളിൽ ഉൾപ്പെടുന്ന CT സ്കാൻ വിഭാഗവും ശസ്ത്രക്രിയാ മുറിയുമൊന്നും പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിട്ടില്ല. പഴയ കെട്ടിടത്തിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരേ സമയം 11 പേർക്ക് മാത്രമേ ഡയാലിസിസ് ചെയ്യാൻ സാധിക്കൂ. പുതിയ കെട്ടിടത്തിലെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചാൽ ഒരേ സമയം 27 പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും. എല്ലാ മരുന്നുകളും ഫാർമസിയിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്നും ECG കൂടി പുറത്തുപോയി എടുക്കേണ്ടി വരുന്നത് പ്രയാസത്തിലാക്കുന്നുണ്ടെന്നും രോഗികൾ പറയുന്നു. ചിറ്റൂർ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇന്ന് എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും അത് ജനങ്ങൾക്ക് നേരാംവണ്ണം പ്രവർത്തിച്ച് ഇവിടെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്ന കാര്യത്തിൽ കടുത്ത വീഴ്ചയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കോടികൾ മുടക്കി വലിയ ഉദ്ഘാടന മാമാങ്കത്തോടെ തുറന്നുകൊടുത്ത ചിറ്റൂർ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇന്ന് തികച്ചും നാഥനില്ലാ കളരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചികിത്സ തേടിയെത്തുന്ന ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ രാവിലെയും വൈകുന്നേരവുമായി താലൂക്ക് ആശുപത്രി ചികിത്സ തേടിയെത്തുമ്പോൾ ആവശ്യത്തിന് ഇവിടെ ഡോക്ടർമാരെ കാണാറില്ല. അതുപോലെ തന്നെ ആവശ്യമായ ചികിത്സ ഇവിടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നില്ല. കാരണം നിലവിൽ ECGയുടെ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ECG ടെക്നീഷ്യൻ മറ്റൊന്നും ഇല്ല കാരണം പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളെ സ്വകാര്യ ലാബുകളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഡയാലിസിസ് സെൻറ്റർ തൊട്ട് നേരത്തെ പഴയ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 4 ബെഡിൽ 3 ഷിഫ്റ്റായിട്ട് ദിനം പ്രതി 12 പേർക്കാണ് സേവനം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ബിൽഡിങ്ങിൽ അത് 10 ബെഡായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഭാഗത്തു നിന്ന് യാതൊരു ശ്രമവും നടന്നിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും അത് അടഞ്ഞു കിടക്കുന്നത്. അതുമാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം ഇവിടെ 2 മണിക്ക് ശേഷം അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കെല്ലാം വരുന്ന ഒരു ഡ്യൂട്ടി ഡോക്ടറാണ് സാധാരണ ഇതിൽ ഉണ്ടാവുന്നത്. പക്ഷേ നൈറ്റ് ഡ്യൂട്ടിയിൽ പലപ്പോഴും ഡ്യൂട്ടിയിലുണ്ടാവാറുള്ള ഡോക്ടർ രോഗികളെ നോക്കാറില്ല. മറിച്ച് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ചില ഹൗസ് സർജൻ ഡോക്ടേഴ്സാണ് രോഗികളെ പരിശോധിക്കുന്നത്. അത് പലപ്പോഴും പല അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ട്. കാരണം പനിക്ക് ചികിത്സ തേടിയെത്തുന്ന രോഗിക്ക് വേറെ അസുഖത്തിനുള്ള മരുന്ന് മാറി നൽകിയ സംഭവങ്ങൾ വരെ ഇതിന് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തികച്ചും ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഈ ആശുപത്രിയുടെ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകേണ്ട മാനേജ്മെൻറ്റ് കമ്മിറ്റിയും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളും അതിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, സൂപ്രണ്ടും ഈ കാര്യത്തിൽ കാര്യമായ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. കിഫ്ബിയിൽ നിന്നും 70.51 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച 7 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മെയ്യിലാണ് നടന്നത്. 2024 ജൂലൈയിലാണ് പുതിയ കെട്ടിടത്തിന്റെ OPയും കിടത്തി ചികിത്സയും ആരംഭിച്ചത്. നിലവിൽ 15 ഡോക്ടർമാരടക്കം 93 ജീവനക്കാരാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഇതിനൊക്കെ ഇനി എന്ന് ശാപമോക്ഷമാകുമെന്ന മറുപടിക്ക് കാത്തിരിക്കുകയാണ് താലൂക്കിലെ ജനം.